തേജസ്വി യാദവ് മുന്നിൽ എണ്ണിക്കൊണ്ടിരിക്കുമ്പോ ബീഹാറിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷയുള്ള തേജസ്വി യാദവ് മുന്നിലാണെന്നുള്ള വാർത്ത ബീഹാറിൽ നിന്ന് വരികയാണ്. രാഘോപൂർ മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അവിടുത്തെ തപാൽ വോട്ടുകൾ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. അവിടെ തേജസ്വി യാദവ് മുന്നിലാണ് എന്നുള്ള വിവരം വരുന്നു. അപ്പോ ആകെയുള്ള 243 സീറ്റുകളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. തപാൽ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണുന്നത്. അപ്പോൾ NDA സഖ്യം 20 സീറ്റുകളിൽ പുരോഗമിക്കുന്ന വാർത്ത വരുന്നു. അതുപോലെ ഇന്ത്യ സഖ്യം 13. അപ്പൊ 22 NDA സഖ്യം 22, ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണി 22, ഇന്ത്യ സഖ്യം 12. ഇനി വരുന്ന എട്ടകാലായി ഇനി വരുന്ന ഫലങ്ങൾ ഒരുപക്ഷെ അത് EVM-ന്റെ പ്രതിഫലനം ഇനി വരുന്ന ഫലങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. 22-14 എന്ന് പറഞ്ഞ് NDA അവരുടെ ലീഡ് നില ഉയർത്തുകയാണ്. തുടക്കത്തിൽ ഒരു 10 സീറ്റ് ഡിഫറൻസ് ആണെങ്കിൽ ഇതിപ്പോൾ അതിൽ കൂടുതലേക്ക് എത്തുന്നുണ്ട്. അത് തപാൽ വോട്ട് മാത്രമാണ്. ഇപ്പോഴും ഈ തപാൽ വോട്ട് റിസൾട്ടാണ്. തപാൽ വോട്ട് ഏതെങ്കിലും തരത്തിൽ ഇലക്ഷന്റെ ആക്ച്വൽ സൂചന ആണ് എന്ന് പറയാൻ കഴിയുമെന്ന് അറിയില്ല. പക്ഷെ അതൊരു ഫലസൂചനയാണ്. ആദ്യം വരുന്ന സൂചന അതുകൊണ്ടാണ് അത് പ്രേക്ഷകർ അറിയിക്കുന്നത്. 8 സമയം 8 ആകുമ്പോഴേക്കും ഷാർപ്പ് 8 EVM എണ്ണി തുടങ്ങുന്നു. EVM എണ്ണി തുടങ്ങി 8:30 ആകുമ്പോഴേക്കും വരുന്ന ഫലം അത് ഉറപ്പായും EVM-ൽ കൂടെ വോട്ടിന്റെ പ്രതിഫലമായിരിക്കണം. അതാണ് ദ ആക്ച്വൽ റിസൾട്ട്. ഏതെങ്കിലും തരത്തിലുള്ള മാറിമറിയൽ, ഏതെങ്കിലും തരത്തിലുള്ള കുതിച്ചുകയറ്റങ്ങൾ, താഴെ വീഴുകൾ ഇന്ത്യ സഖ്യം 22-14. ഇന്ത്യ സഖ്യത്തിന് 14, NDA മുന്നണിക്ക് 23-15, 23 NDA സഖ്യം 23ലേക്ക്, ഇന്ത്യ സഖ്യം 15, NDA മുന്നണി NDAക്ക് 23 പോസ്റ്റ് ലോട്ട് തുടർന്നു. 23 തപാൽ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണുന്നത്. ഫലസൂചനയാണെന്ന് പറയാൻ കഴിയില്ല. തപാൽ വോട്ട് എങ്ങോട്ടും മാറാം. ആദ്യഘട്ട ട്രെൻഡ് ഇന്ത്യക്ക് അനുകൂലമാണെന്ന് ആദ്യ ട്രെൻഡ് പ്രത്യേകതയുള്ളത് നമ്മൾ കേരളത്തിലെ പോലെ തന്നെ വീട്ടിലെ വോട്ടൊക്കെ ഉണ്ടല്ലോ. അത് വോട്ട് കുറച്ചുകൂടി കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ ട്രെൻഡ് ഇന്ത്യക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. 15-24 NDA 24, ഇന്ത്യ സഖ്യം 15, 5ലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ ടാലി ഒന്ന് കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർ ജൻസ്വരാജ് പാർട്ടി 2 സീറ്റ് ലീഡ് ചെയ്യാണ്. അലിനഗറിലും മൈഥിലി താക്കൂർ ലീഡ് ചെയ്യാണ്. അലിനഗറിൽ മൈഥിലി താക്കൂർ 29ലേക്ക് കടന്നിരിക്കുന്നു. 29-15 നേർപകുതിയേ ഉള്ളൂ. ഈ പോസ്റ്റ് വോട്ട് എണ്ണുന്നത് പുരോഗമിക്കുമ്പോ ഒരു കുതിച്ചുചാട്ടം NDA നടത്തിയിരിക്കുന്നു. 29 ഇടങ്ങളിൽ NDA ലീഡ് ചെയ്യുന്നു. തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് 15 ഇടങ്ങളിൽ മാത്രമേ ലീഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. മറ്റുള്ള 6 ഇടത്തും 29-15-6 വളരെ ക്ലീൻ ആണ്, വളരെ ക്ലിയർ ആണ്. ക്ലിയറും സംശുദ്ധവും. നിങ്ങൾക്ക് ബീഹാറിൽ നിന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ആദ്യം സ്ക്രീനിൽ എത്തിക്കാൻ നമ്മൾ എല്ലാവിധമായ സാങ്കേതിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ താരപ്രതിഭ അല്ലെ ശ്രീനാഥ് ചന്ദ്രൻ വളരെ തെളിമയോടെ വെളിച്ചത്തോടെ 29-15 എന്നുള്ള അവസ്ഥ 33-19 അത് കയറി. അപ്പൊ 8-17 ആകുമ്പോഴേക്കും NDA സഖ്യം മണ്ഡലത്തിൽ മൈഥിലി താക്കൂർ ലീഡ് ചെയ്യുന്നുണ്ട്. BJP ആണ്. അവരടുത്ത് ഒരു പ്രധാനപ്പെട്ട ഗായികയാണ്. മൈഥിലി താക്കൂർ NDA 33, ഇന്ത്യ സഖ്യം 19, മറ്റുള്ളവർ 6. 13-19-6 8-18 ആദ്യഘട്ട സൂചനയാണ്. ഉറപ്പായും തപാൽ വോട്ടിന്റെ സൂചനയാണെന്ന് പറയുമ്പോൾ പോലും 19-33 എന്ന് പറയുന്നത് ഒരു ഏർലി NDA അനുകൂല ട്രെൻഡാണോ എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ അറിയില്ല. പക്ഷേ 33-19-6 എന്ന് പറഞ്ഞാൽ കുറേയധികം തപാൽ വോട്ടുകൾ ഇക്കുറി ഉണ്ട്. ആ തപാൽ വോട്ട് എണ്ണുമ്പോഴേക്കും NDA സഖ്യം 33 സീറ്റുമായി ഒന്നാം സ്ഥാനം നിൽക്കുന്നു. 33-19-6 33 തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ 33 ഇടങ്ങളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ ആനന്ദ് കുമാർ സിംഗ് മുന്നിലാണെന്നുള്ള വാർത്ത. നേതാവ് ആനന്ദ് കുമാർ സിംഗ് ഇപ്പോഴുടെ പേര് ബാഹുബലി എന്നാണ് വിളിക്കുന്നത്. ജയിലിൽ കിടക്കുക. ഇപ്പൊ ജയിലിൽ കിടന്നുള്ള ഇലക്ഷൻ നേരിടുക അല്ലെ? മൊക്ക മണ്ഡലത്തില് ആനന്ദ് കുമാർ ആണോ? സമ്രാട് ചൗധരി ലീഡ് ചെയ്യുന്നുണ്ട്. താരാപൂരില് BJP നേതാവാണ്, ഉപമുഖ്യമന്ത്രിയാണ്. തേജസ്വി ലീഡ് തുടരുകയാണ്. 36-20 ഇന്ത്യ സഖ്യം 13 നിന്നും 20ലേക്ക് അവരുടെ ലീഡ് ഉയർത്തുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ക്ലോസ് ഫൈറ്റിലോട്ട് കാര്യങ്ങൾ വരുമെന്ന് അറിയില്ല. പക്ഷെ 36-20 16 സീറ്റിന്റെ സ്ഥാനമുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. വലിയ വ്യത്യാസമാണ്. മുതലേ തന്നെ NDA കുതിപ്പ് ഈ തപാൽ വോട്ടിൽ കണ്ടുവരുന്നു. ഇപ്പോൾ 36 ഇടത്ത് NDA ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.
ശതമാനം. അതുപോലെ 20 ഇടങ്ങളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു. 36-26 വലിയ അജഗജാന്തരം എന്ന് വേണമെങ്കിൽ പറയാം. 36-23 ഉയർത്തുന്നു ഇന്ത്യ സഖ്യം അവരുടെ ലീഡ്. 3 കൂട്ടി 20 നിന്ന് 3 കൂട്ടി 23-36 എന്ന് പറഞ്ഞാൽ പോലും കിടക്കുക. 2 സീറ്റ് ജനസ്വരാജ് പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. അവർ 100 സീറ്റ് മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 5 സീറ്റിൽ ജയിച്ചതാണ് അവര്. അവർ കൃത്യമായി വോട്ടെട്ടറാണ് അവർ. എന്താണ് BJPക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 40-23 ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.